ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം യുവർ നിമിഷ ഡേവിസ്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണോ? അതോ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണോ? ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഏതെങ്കിലും ആവട്ടെ, ആണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നറിയാതെ നിൽക്കുന്നവരായിരിക്കും ഒരുപാട് പേരും. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊന്നും പറഞ്ഞിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഗൈഡ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെൻറ്ററോ കാര്യങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ഒബിയസ്ലി ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതല്ലാതെ ഒരു ജോബിലോട്ട് സ്വിച്ച് ചെയ്യേണ്ട ഗൈഡൻസോ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്, നിങ്ങളുടെ ഫോണിലെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതിൽ ഏത് ജോബിന് കയറണം എന്നുള്ള ഒരു ഡൗട്ട് നമുക്കുണ്ടാവും. ചിലർ ഇങ്ങനെ ആഡ് കാണുമ്പോൾ ഇതിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്, പാക്കേജ് ഉണ്ടായിരിക്കും, അപ്പോൾ ഇത് തന്നെ കയറാമെന്ന് വിചാരിച്ച് പോകുന്നവരുണ്ടായിരിക്കും. ഒരുപാട് ആഡുകൾ നമുക്ക് കാണാം അല്ലേ? ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ അങ്ങനെ പല ആഡുകളും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെ പോകരുത് കേട്ടോ. നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അത് നോക്കിയിട്ട് നിങ്ങൾ കോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്കിപ്പോൾ സെൽഫായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സെൽഫായിട്ട് തന്നെ പഠിച്ചു. യൂട്യൂബിലൊക്കെ എന്തോരം ഫ്രീ വീഡിയോസ് ഉള്ളത് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടല്ലോ ഇല്ലേ? അപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സെൽഫായിട്ട് പഠിക്കാം എന്നുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ സ്കിൽ അത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ട്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. ഡിസൈനിങ്ങോ ടെസ്റ്റിങ്ങോ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയോ ഡാറ്റ സയൻസോ ഇതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒരു IT കമ്പനിയിൽ. ചെറുതല്ല, 1-2 ടീമേ അല്ല, ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാ ഇൻട്രസ്റ്റ് എന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ.